ഇനി മെഹറൂബ് സാറിനോടൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നതിലും നല്ലത് ഷാന ചോദിക്കുന്നതാണ്. കാരണം ഈ പുതിയ തലമുറയിലുള്ള ആളുകളിൽ ഒരു കുറച്ച് ആളുകളൊക്കെ എക്സസൈസിനെ കുറിച്ചൊക്കെ വലിയ ബോധവാന്മാരാണ്. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താ ചിൽ ഔട്ട് ചെയ്യുക അങ്ങനെയൊക്കെ പറഞ്ഞ് പുറത്ത് കറങ്ങി നടക്കുന്നൊരു പരിപാടിയുണ്ട്. രാത്രി സമയത്ത് ഇറങ്ങി നടക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നേരത്തെ അക്കിമാഷ് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള ചില പുതുമയുള്ള കാഴ്ചകളാണ്. പക്ഷേ പുതിയ തലമുറ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ആരോഗ്യത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ്? അതിനെക്കുറിച്ച് നമ്മുടെ തലമുറയെ പറ്റി ചോദിക്കാനുള്ള ചോദ്യം ഷാന ചോദിക്കും. സാറാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ ഇപ്പം യുവതലമുറയിൽ നിങ്ങളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കാണ് ഷുഗർ കട്ട്. അപ്പം ആ ഷുഗർ കട്ട് അതായത് വിത്തൗട്ട് ടീ എന്ന് പറയുമല്ലോ. അപ്പം അതുപോലെ ഇപ്പോൾ എവിടെ പോയാലും ജ്യൂസാണ് വിത്തൗട്ട്. അപ്പം ഇതൊക്കെ ഞങ്ങളുടെ തലമുറയിൽ ഇപ്പം ഹെൽത്തിനെ കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആണ് എല്ലാവരും. ഹെൽത്ത് അപ്പിയറൻസ് ഒക്കെ ഭയങ്കരമായിട്ട് എല്ലാവരും കോൺഷ്യസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്മളിപ്പോൾ വിത്തൗട്ട് ആയാൽ എല്ലാമായി. അതുപോലെ കുറച്ച് എക്സസൈസ്, അതായത് ഇപ്പോൾ ഇന്നും നാളെയും ചെയ്തു പിന്നെ ചെയ്യില്ല, 2 ദിവസത്തെ ഒരു ഷുഗർ കട്ട് ഇതൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച്, അതായത് ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് എത്രമാത്രം ഹെൽത്തിനെ നോക്കണം എന്നുള്ളതിനെക്കുറിച്ച് സാറിൻ്റെ ജസ്റ്റ് ഒരു അഭിപ്രായം. ഹെൽത്തിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആശങ്കകളുണ്ടായിട്ടുള്ളൊരു ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. മലയാളിയാണ് ഏറ്റവും കൂടുതൽ, ഇവിടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആരോഗ്യ മാസികകളുള്ളത്. അങ്ങനെ ചില മാസികകളിലൊക്കെ ഹൃദയ സ്പെഷ്യൽ, കിഡ്നി സ്പെഷ്യൽ, ക്യാൻസർ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞ് വരാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചോദിച്ചതിലേക്ക് കിടക്കാം. ഈ കുട്ടികളെ പറ്റി ചോദിച്ച് യുവതലമുറയുടെ ഈ ആരോഗ്യ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത്, ഒരു ആസ് എ ഡോക്ടർ, ഞാൻ 46 കൊല്ലമായി ഡോക്ടറായിട്ട്. അപ്പം ഈ തലമുറ മാറ്റവും ആരോഗ്യ മേഖലയിലായാലും കേരളത്തിലെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക മേഖലയിലുണ്ടായ മാറ്റങ്ങളും അത് ആരോഗ്യ മേഖലയിൽ പ്രതിഫലിച്ചതൊക്കെ തന്നെ ഞാൻ കഴിഞ്ഞ ഒരു 4.5 പതിറ്റാണ്ട് കൊണ്ട് ഉള്ളൊരു നേർസാക്ഷ്യം വഹിച്ച ഒരാളാണ്. അപ്പോൾ ഈ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ആരോഗ്യത്തെക്കുറിച്ച് എത്രമാത്രം കൺസെപ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ അതിന് വളരെ പോസിറ്റീവായിട്ട് മറുപടി പറയുകയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒറ്റ എക്സാമ്പിൾ പറയാം. ഇപ്പം നമ്മുടെ നാട്ടിൽ കുട്ടികളൊക്കെ ജിമ്മിൽ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അതിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം, പല നാട്ടുമ്പുറത്ത് നമ്മളെ ടൗണിലൊക്കെ പോയി കഴിഞ്ഞാൽ പല വലിയ വലിയ ഹൈ റൈസ് ബിൽഡിങ്ങുകളിലും ഒരു 10ാം നിലയിൽ അല്ലെങ്കിൽ 4ാം നിലയിൽ 5ാം നിലയിലൊക്കെ ആയിരിക്കും ജിമ്മുണ്ടാവുക. അപ്പോൾ കുട്ടികൾ ബൈക്കിൽ വന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് ആ ജിമ്മിലേക്ക് കയറുന്നത് ഈ ലിഫ്റ്റിലാണ്. ബോഡി നന്നാക്കാൻ പോകുന്ന ആളാണ്. അപ്പോൾ ജിമ്മിലേക്ക് ലിഫ്റ്റിൽ കയറുകയും അവിടെ നിന്ന് കുറേ കസരത്ത് കാണിച്ച് കാർഡിയോ ചെയ്തു, അത് അല്ലെങ്കിൽ വേറെ കുറേ റണ്ണും ട്രെഡ്മിലൊക്കെ ചെയ്തതിന് ശേഷം തിരിച്ച് ആ ലിഫ്റ്റിൽ തന്നെ ഇറങ്ങുന്നതും. അത് കഴിഞ്ഞാൽ പലപ്പോഴും അവരെ പിന്നെ കാണുന്നത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും മുന്തിയ ഈ ഫാസ്റ്റ് ഫുഡ് കിട്ടുന്നൊരു ഹോട്ടലിലായിരിക്കും. ഇപ്പം ഞങ്ങളെ ബ്ലേക്ക് ഷോറിൽ ഞങ്ങൾക്ക് ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യാൻ ഞങ്ങൾ അന്ന് ക്ഷണിച്ചിരുന്നത് ഈ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചിരുന്ന മുഹമ്മദ് റാഫി എന്ന് പറയുന്ന ഒരാളാണ്. അയാളന്ന് ഈ കമാൽ വരദൂരാണ് കൊണ്ടുവന്നത്. അപ്പം അദ്ദേഹം കാസർഗോഡ് നിന്ന് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ ചോദിച്ചു ഫോണിൽ, നിങ്ങൾക്ക് ലഞ്ച് ശരിയാക്കി വെക്കട്ടെ എന്ന് ചോദിച്ചു. അയാൾ രാവിലെ പുറപ്പെട്ട് ഉച്ചയ്ക്ക് ഇവിടെ എത്തും. ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ശേഷം പ്രോഗ്രാം. അപ്പോൾ വേണ്ട, ലഞ്ച് വേണ്ട, എനിക്ക് ചെറിയൊരു 2 പീസ് ബ്രെഡും എന്തെങ്കിലും ഒരു ചെറിയ ഒരു വെജിറ്റബിൾ കറിയും കിട്ടിയാൽ മതി, കുഴപ്പമില്ല, അല്ലെങ്കിൽ ഒരു മുട്ട കിട്ടിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭക്ഷണത്തിനുള്ള കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കഥയാണ് ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത്. ഈ ലിഫ്റ്റിൽ അങ്ങോട്ടേക്ക് ജിമ്മിൽ പോവുകയും തിരിച്ചിറങ്ങുകയും അത് കഴിഞ്ഞ ഉടനെ തന്നെ തൊട്ടടുത്ത ഹോട്ടലിൽ പോയിട്ട് പൊറോട്ടയും ബീഫും കഴിക്കുന്ന ഒരു സംവിധാനമാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മുടെ കൺസെപ്റ്റ് പിന്നെ ഒന്നത്. രണ്ടാമത് ബോഡിയെക്കുറിച്ചുള്ള കൺസെപ്റ്റ് പല ചെറുപ്പക്കാർക്കും ഉള്ള വെച്ചാൽ അത് ഒരു വളരെ ഒരു സമതുലിതമായ ഒരു ആരോഗ്യ പരിപാലനത്തിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ ഈ മറ്റു ജിമ്മിൽ പോകുന്നത് അല്ലെങ്കിൽ അത് വ്യായാമം ചെയ്യുന്നതല്ല. അതിൻ്റെ ശരീരത്തിൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ്, ഇപ്പോൾ ഷാന തന്നെ നേരത്തെ പറഞ്ഞല്ലോ ലുക്ക് എങ്ങനെയെന്നുള്ളത്. അപ്പോൾ ഏതോ സിനിമയിൽ മറ്റേ സലീം കുമാറായിട്ട് അങ്ങനെ പറയുന്നുണ്ടോന്നുണ്ട്, ലുക്ക് മോശമാണെങ്കിലും എന്തോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ലുക്കാണ് പ്രശ്നം. അപ്പോൾ ഒരു 6 പാക്ക് എല്ലാവരുടെ മുമ്പിലും ആരോഗ്യമുള്ള ഒരാളെക്കുറിച്ച് പറയുമ്പോൾ ഒരു സൽമാൻ ഖാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ ഒരു പൃഥ്വിരാജൊക്കെ ചിലപ്പോൾ ഉണ്ടാവും അല്ലേ ചെറുപ്പക്കാരുടെ ഇടയിൽ. അപ്പോൾ ഈ ആരോഗ്യം എന്തിനു വേണ്ടിയാണ് ഈ വ്യായാമം ചെയ്യുന്നത് എന്നുള്ളത് പലപ്പോഴും അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവരായിക്കൊള്ളണമെന്നില്ല ഈ യുവതലമുറ. വ്യായാമം ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും പരമപ്രധാനമായ ആവശ്യങ്ങളിൽ ഒന്നാണ്, നിർബന്ധമായ കടമകളിൽപ്പെട്ട ഒന്നാണ്. മനസ്സിലായില്ലേ?
അപ്പോൾ അതുകൊണ്ട് ധാരാളം മെച്ചങ്ങളുണ്ട്. ഒന്ന്, ശരീരത്തിലെ മാംസപേശികൾ ദൃഢമാകും, ശരീരത്തിലെ ഈ എല്ലുകൾക്ക് ശക്തി കൂടും. അതിൻ്റെ പുറമെ മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഈ മെറ്റബോളിസം ഉപാപചയങ്ങളൊക്കെ കൊഴുപ്പിൻ്റെയും ഗ്ലൂക്കോസിൻ്റെയൊക്കെ ഉപാപചയങ്ങൾ മെച്ചപ്പെടും. മനുഷ്യൻ്റെ ആവശ്യമില്ലാത്ത ഈ പൊണ്ണത്തടിയും കുമ്പയൊക്കെ നഷ്ടപ്പെടും. അതുപോലെ തന്നെ പ്രമേഹം നിയന്ത്രണ വിധേയമാകും, പ്രഷർ നിയന്ത്രണ വിധേയമാകും, കൊഴുപ്പ് നിയന്ത്രണ വിധേയമാകും, കിഡ്നിയുടെയും ഹാർട്ടിൻ്റെയും കരളിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടും, രക്തക്കുഴലുകളുടെ ആരോഗ്യം മെച്ചപ്പെടും. തീർന്നില്ല, അതിൻ്റെയൊക്കെ പുറമെ മനുഷ്യന് പോസിറ്റീവ് തോട്ട്സ് ഉണ്ടാവും. ഈ പോസിറ്റീവ്, കാരണം എക്സസൈസ് ചെയ്യുമ്പോൾ സന്തോഷത്തിൻ്റെ ഹോർമോണായ ഡോപ്പമിൻ നമ്മുടെ തലച്ചോറിൽ നമ്മൾ സെക്രീറ്റ് ചെയ്യപ്പെടും. ഡോപ്പമിനാണ് സന്തോഷത്തിന്. ഈ MDMA കഴിക്കുമ്പോൾ ഈ ഡോപ്പമിൻ ഒരു 1000 ഇരട്ടി കൂടുക ചെയ്യുക. അതാണ് നമ്മൾ MDMA അടിച്ചവൻ ഞാനിപ്പോൾ ആകാശത്ത് വിമാനങ്ങളുടെ ഇടയിൽ കൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ് അവൻ്റെ അച്ഛനെ വിളിച്ച് ഫോൺ ചെയ്യുന്നത്. അച്ഛൻ, ഞാനിപ്പോൾ ആകാശത്ത് വിമാനത്തിലൂടെ പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ ഭൂമിയിൽ തന്നെയാണ്, പക്ഷേ അവൻ്റെ MDMA അടിച്ചപ്പോൾ അവൻ്റെ ഡോപ്പമിൻ 1000 ഇരട്ടി കൂടിപ്പോയതാണ്. എന്നാൽ നിയന്ത്രിതമായ അളവിൽ ഡോപ്പമിൻ സെക്രീഷൻ ഒരു മനുഷ്യനെ സന്തുഷ്ടനാക്കും. രണ്ടാമത്, നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടുള്ള കളി, ഞാൻ ജിമ്മിനെ കുറിച്ചല്ല, എൻ്റെ ഒരു പരിപ്രേക്ഷ്യം ഈ വ്യായാമത്തിന് വേണ്ടി ജിമ്മിൽ പോകാനുള്ള അവസരം ഉണ്ടാവരുന്നതാണ്, മറ്റു കാര്യങ്ങൾ. അപ്പം ഈ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ രണ്ടാമത്, ഒരു ഗ്രൂപ്പ് കളി വരുമ്പോൾ, ഒരു ഫുട്ബോൾ വരുമ്പോൾ, ഒരു ബാസ്ക്കറ്റ് ബോൾ കളി വരുമ്പോൾ, ഗ്രൂപ്പായിട്ട് കളിക്കുമ്പോൾ ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന മറ്റൊരു സന്തോഷ ഹോർമോണും കൂടെ നമ്മുടെ ശരീരത്തിലുണ്ടാവും. എക്സസൈസ് ചെയ്യുമ്പോൾ എൻഡോർഫാൻ എന്ന് പറയുന്ന വേറൊരു ഹോർമോണോട് തലയിൽ കൂടുതൽ സെക്രീറ്റ്. ഈ എൻഡോർഫാൻ പ്രകൃതി നൽകിയ വേദനാ സംഹാരിയാണ്. ചെറിയ വേദനകൾ നമുക്ക് സഹിക്കാൻ സാധിക്കുകയും വലിയ വേദനകൾ അനുഭവിക്കുമ്പോൾ അത് ചെറുതായി തോന്നാനും നമ്മളെ പ്രാപ്തനാക്കുന്ന ഒന്നാണ് എൻഡോർഫാൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ധാരാളം ഗുണങ്ങൾ ഈ ഒരു വ്യായാമം കൊണ്ട് ഉണ്ടാകുന്നുള്ളതാണ്. അപ്പം ഒന്നത്. രണ്ടാമത്, തെക്കേ അമേരിക്കയിലൊക്കെ തന്നെ ഇപ്പോൾ റിയോ ഡി ജനീറോയിൽ അവിടെ ധാരാളം കുട്ടികൾ മയക്കുമരുന്നിന് അടിമയായപ്പോൾ റിയോയിൽ അവർ ഒരു പരിപാടി തുടങ്ങി, വിവാ റിയോ എന്ന് പറഞ്ഞത്. കാരണം തെക്കേ അമേരിക്ക ബ്രസീലാണ് റിയോ ഡി ജനീറോ. അവിടെ ഫുട്ബോളാണ് പ്രധാനം. അവരെ കുട്ടികളിലേക്ക് കൂടുതൽ ഫുട്ബോൾ കളിക്കാൻ പ്രേരിപ്പിച്ചതോടുകൂടി കണ്ടമാനം കുട്ടികൾ ലഹരിയിൽ നിന്ന് മടങ്ങി വന്നു എന്നുള്ളതാണ്. ഓസ്ട്രേലിയയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ദക്ഷിണാഫ്രിക്കയിൽ ചെയ്തിട്ടുണ്ട് അവരങ്ങനെ. അപ്പോൾ അതുകൊണ്ട് കളി എന്ന് പറയുന്നത് ജീവിതം ഒരു ലഹരിയായി കാണുവാൻ, വ്യായാമം ജീവിതം ഒരു ലഹരിയായി കാണുവാനുള്ള ഒരു സംവിധാനം കൂടിയാണത്. അപ്പോൾ അത്രയും കൂടുതൽ ആഴത്തിലുള്ള ചിന്തയുടെ ഫലമായിട്ടാണോ നമ്മുടെ ചെറുപ്പക്കാരൻ ജിമ്മിൽ പോകുന്നത് എന്ന് ചോദിച്ചാൽ അത് അല്ല എന്ന് പറയുവാനാണ് എനിക്ക് താല്പര്യം. അതാണ് എൻ്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെയാണ് ഈ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും, അത് പിന്നെ അടുത്ത ഇത് പറയാം.